ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതുക്കിയ ടെക്സ്റ്റ് ബുക്കിലെ 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യയിലെ മുഗൾ ഡൈനാസ്റ്റിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഈ ചാപ്റ്ററിൽ രണ്ട് കിങ്ഡത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മുഗൾ കിങ്ഡവും വിജയനഗര കിങ്ഡവും. ഇതിൽ മുഗൾ കിങ്ഡത്തിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. So let's begin. First question, name the main rulers during the Mughal period. മുഗൾ പീരീഡിലെ മെയിൻ റൂളേഴ്സ് ആരൊക്കെയാണ്? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ ആൻഡ് ഔറംഗസേബ്. Second question, write a short note on the first battle of Panipat. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിനെ കുറിച്ച് ഷോർട്ട് നോട്ട്. In 1526, Ibrahim Lodi, the last ruler of the Lodi dynasty, and Babur, the ruler of Kabul, fought at Panipat in Haryana. In history, this battle is referred as the first battle of Panipat. 1526 ലോധി ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളറായിരുന്ന ഇബ്രാഹിം ലോധിയും കാബൂളിലെ റൂളറായിരുന്ന ബാബറും തമ്മിൽ ഹരിയാനയിലെ പാനിപ്പറ്റിൽ വെച്ച് ഒരു ഫൈറ്റ് ഉണ്ടായി. ആ ഫൈറ്റിൽ ബാബർ വിജയിക്കുകയും അതോടുകൂടിയാണ് മുഗൾ കിങ്ഡം ആരംഭിക്കുകയും ചെയ്തത്. In history, this battle is referred as the first battle of Panipat. ഈ ബാറ്റിലിനെയാണ് ചരിത്രത്തിൽ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് അക്ബേഴ്സ് എയിം ഇൻ ബിൽഡിംഗ് ഇബാദത്ത് ഖാന? ഇബാദത്ത് ഖാന ബിൽഡ് ചെയ്യുന്നതിൽ അക്ബറിൻ്റെ എയിം എന്തായിരുന്നു? In 1575, Akbar built Ibadat Khana in his new capital, Fatehpur Sikri. Scholars and dignitaries of various religions used to gather here. These discussions speak volumes about Akbar's policy of religious tolerance. 1575 ആണ് അക്ബർ ഇബാദത്ത് ഖാന അദ്ദേഹത്തിൻ്റെ ന്യൂ ക്യാപിറ്റൽ ഫത്തേപൂർ സിക്രിയിൽ ബിൽഡ് ചെയ്തത്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ വേരിയസ് റിലീജിയൻസിൽ പെട്ട സ്കോളേഴ്സും ഡിഗ്നിറ്ററീസും ഇവിടെ ഒരുമിച്ച് കൂടുകയും അവിടെ ഡിസ്കഷൻസ് നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ അക്ബറിൻ്റെ പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് അക്ബേഴ്സ് എയിം ഇൻ ക്രിയേറ്റിംഗ് എ വിഷണറി റിലീജിയൻ ദിൻ ഇലാഹി? ദിൻ ഇലാഹി എന്ന് പറയുന്ന അക്ബറിൻ്റെ വിഷണറി റിലീജിയൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ എയിം എന്തായിരുന്നു? Akbar created Din Ilahi, his visionary religion, by combining the good aspects of all religions. എല്ലാ റിലീജിയൻസിൻ്റെയും ഗുഡ് ആസ്പെക്ട്സ് മാത്രം എടുത്തുകൊണ്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ വിഷണറി റിലീജിയൻ എന്ന് പറയുന്ന ദിൻ ഇലാഹി. അതിൻ്റെ കോർ വിഷൻ എന്ന് പറയുന്നത് പീസ് ടു ഓൾ എന്നാണ്. He aimed to clarify the idea that all visions are for the welfare of human beings. അതിലൂടെ അദ്ദേഹം ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ വെൽഫെയർ ആണ് എല്ലാ വിഷയം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ വെൽഫെയർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹു അബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ് കോൾഡ് ജസിയ? ജസിയ എന്ന് പറയുന്ന റിലീജിയസ് ടാക്സ് നിർത്തലാക്കിയത്, അബോളിഷ് ചെയ്തത് ആരാണ്? ആൻസർ അക്ബർ. Next question, who were prominent among those who held high positions in the royal court of Emperor Akbar? എംപറർ അക്ബറിൻ്റെ റോയൽ കോർട്ടിൽ ഹൈ പൊസിഷൻസിൽ നിന്നിരുന്ന ആളുകളിലെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആളുകളുടെ പേരുകളാണ് ചോദിക്കുന്നത്. ആൻസേഴ്സ്, രാജ ടോഡർമാൽ, രാജ മൻസിംഗ്, രാജ ഭഗവൻദാസ് ആൻഡ് ബിർബൽ were prominent among those who held high positions in the royal court of Emperor Akbar. എംപറർ അക്ബറിൻ്റെ റോയൽ കോർട്ടിൽ ഹൈ പൊസിഷൻസിൽ നിന്നിരുന്ന ആളുകളാണ് രാജ ടോഡർമാൽ, രാജ മൻസിംഗ്, രാജ ഭഗവൻദാസ് ആൻഡ് ബിർബൽ. സെവൻത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മൻസബ്ദാരി സിസ്റ്റം. എന്താണ് മൻസബ്ദാരി സിസ്റ്റം? Mansabdari was the military system implemented by Akbar for the purpose of expanding the kingdom as well as to maintain the expanded kingdom during the Mughal period. മുഗൾ പീരീഡിൽ കിങ്ഡം എക്സ്പാൻഡ് ചെയ്യപ്പെട്ട കിങ്ഡത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരു സ്ട്രോങ് ആർമിയുടെ ആവശ്യകത വന്നു. അതിനു വേണ്ടിയാണ് അക്ബർ മൻസബ്ദാരി എന്ന് പറയുന്ന മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം, ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെൻറ്റ് അണ്ടർ ഹിം. ഈ സിസ്റ്റം പ്രകാരം ഓരോ ഓഫീസർക്കും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഓരോ റെജിമെൻറ്റ് നൽകപ്പെട്ടു.
The title Mansab refers to the number of cavalry each officer is required to maintain. ഓരോ ഓഫീസേഴ്സും മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കാവലറിയുടെ നമ്പർ അനുസരിച്ചാണ് മൻസാബ് എന്ന ടൈറ്റിൽ റെഫർ ചെയ്യുന്നത്. The rank of the Mansab was determined by the number of soldiers to be maintained. ഓരോ മൻസാബിനും ഓരോ റാങ്ക് ഉണ്ട്. ആ റാങ്ക് തീരുമാനിക്കുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്ന സോൾജേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചാണ്. മൻസബ്ദാസ് were allotted land according to their ranks. അവരുടെ റാങ്ക് പ്രകാരം അവർക്ക് ലാൻഡ്സ് അലോട്ട് ചെയ്ത് കൊടുത്തിരുന്നു. The Mansabdar maintained his army by collecting tax from land allotted to them. അപ്പോൾ അവർക്ക് നൽകപ്പെട്ടിരുന്ന ആർമീനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് അവർക്ക് നൽകപ്പെട്ടിരുന്ന ലാൻഡിൽ നിന്നും കിട്ടുന്ന ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടാണ്. 8th question. What were the measures adopted for administrative convenience during the Mughal period? മുഗൾ പീരീഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി, സൗകര്യപ്രദമാക്കാൻ വേണ്ടിയിട്ട് അവരെടുത്തിരുന്ന മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. It was during Akbar's regime in Mughal rule that an administrative order, Suba, Sarkar, Pargana, Grama was effectively formed. അക്ബറിൻ്റെ ഭരണകാലത്താണ് ഇങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ, അതായത് സുബ, സർക്കാർ, പർഗാന, ഗ്രാമ എന്നറിയപ്പെടുന്ന ഒരു ഓർഡർ എഫക്റ്റീവായിട്ട് ഫോം ചെയ്തത്. ദ എംപറർ വാസ് ദ സോവറിൻ അതോറിറ്റി ഓഫ് ദ കൺട്രി, ദി കമാൻഡർ ഇൻ ചീഫ്, ദ ലോ മേക്കർ ആൻഡ് ദ സുപ്രീം ജഡ്ജ്. എംപറർ തന്നെയാണ് എല്ലാത്തിൻ്റെയും അധികാരി. ദ സോവറിൻ അതോറിറ്റി അല്ലെങ്കിൽ ദ സോൾ അതോറിറ്റി എന്ന് പറയുന്നതും, ദ കമാൻഡർ ഇൻ ചീഫ്, ദ ലോ മേക്കർ, ദ സുപ്രീം ജഡ്ജ് എന്നൊക്കെ പറയുന്നത് എംപറർ തന്നെയാണ്. There were no separate courts for the administration of justice during the Mughal period. നീതി അഡ്മിനിസ്റ്റർ ചെയ്യാൻ, നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കാണുന്നത് പോലെ സെപ്പറേറ്റ് കോഡ്സ് ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. Instead, local religious scholars investigated and adjudicated disputes. അപ്പോൾ അതിന് പകരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിരുന്നത് ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സാണ്. ഖാസി എന്നറിയപ്പെടുന്ന ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സാണ് ഇതിനെക്കുറിച്ച് വഴക്കുകളും ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നോക്കാനും തീരുമാനിക്കാനും ഒക്കെ നിയമിക്കപ്പെട്ടിരുന്നത്. Those who were dissatisfied with this decision had the opportunity to complain directly to the emperor. ഈ അവരുടെ തീരുമാനത്തിൽ എന്തെങ്കിലും ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് എംപററിനെ കണ്ട് അവരുടെ കംപ്ലയിൻസ്, അവരുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാവുന്നതാണ്. Ministers and heads of departments were appointed to advise the king on administrative matters. അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ കിങ്ങിന് അഡ്വൈസ് നൽകാൻ, ഉപദേശങ്ങൾ നൽകാനൊക്കെ ആയിട്ട് മിനിസ്റ്റേഴ്സും ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നിവരെ അപ്പോയിൻറ്റ് ചെയ്തിരുന്നു. 9th question. What was the socio-economic status during the Mughal rule? മുഗൾ റൂളിൻ്റെ കാലഘട്ടത്തിൽ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് എന്തായിരുന്നു? A feudal social system existed during the Mughal rule. ഒരു ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റമാണ് അന്ന് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ്. പല സ്ട്രാറ്റാസ് ആയിട്ട് സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്തിരുന്നു. ദ കോമൺ മാൻ വാസ് അറ്റ് ദ ബോട്ടം ഓഫ് സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ്. കോമൺ മാൻ, സാധാരണക്കാരായ മനുഷ്യർ സൊസൈറ്റിയിലെ ഏറ്റവും താഴത്തെ ഇതിൽ ബോട്ടം ഓഫ് സൊസൈറ്റി ആയിരുന്നു, കിങ് ആയിരുന്നു ടോപ്പിൽ. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ഡിപ്പെൻഡഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം. ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തീരുമാനിച്ചിരുന്നത് അല്ലെങ്കിൽ ആശ്രയിച്ചിരുന്നത് അവർക്ക് ലഭിച്ചിരുന്ന വേജസ്, അവർക്ക് ലഭിച്ചിരുന്ന കൂലി അനുസരിച്ചും അതേപോലെ അവർക്ക് ലഭിച്ചിരുന്ന വരുമാനം അനുസരിച്ചുമാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വർ ഫാമേഴ്സ്. മിക്കവാറും ആളുകളും തന്നെ ഫാമേഴ്സ് ആയിരുന്നു. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ്. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. കാസ്റ്റ് സിസ്റ്റം നിലനിന്നിരുന്നു. ഓരോ കാസ്റ്റിനും അതിൻ്റേതായിട്ടുള്ള കസ്റ്റംസും റിച്വൽസും, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. There existed wide differences in the way of life, food habits and clothing of people from place to place. ഓരോ സ്ഥലത്തും അവിടുത്തെ ആളുകളിൽ വലിയ വ്യത്യാസങ്ങൾ കണ്ടിരുന്നത് അവരുടെ വേ ഓഫ് ലൈഫ്, ജീവിത രീതികളിൽ, ഫുഡ് ഹാബിറ്റ്സ്, ഭക്ഷണ രീതികളിൽ, ക്ലോത്തിങ്, ഈ 3 കാര്യങ്ങളിലാണ് വൈഡ് ഡിഫറൻസസ് കാണാൻ സാധിച്ചിരുന്നത്. ലേബർ സിസ്റ്റം ആൻഡ് കാസ്റ്റ് സിസ്റ്റം were prevalent in India during those days. ലേബർ സിസ്റ്റവും കാസ്റ്റ് സിസ്റ്റവും അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നു. Agricultural achievements were the basis for the economic progress during the Mughal rule.
മുഗൾ റൂൾ കാലഘട്ടത്തിൽ എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവാനുള്ള കാരണം, അടിസ്ഥാനപരമായ കാരണം അന്ന് കിട്ടിയിരുന്ന അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ്സ് തന്നെയായിരുന്നു. റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ് were the agricultural products of the time. അന്ന് ലഭിച്ചിരുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ് എന്നിവയാണ്. The use of technology and new tools enriched the agricultural sector. അഗ്രികൾച്ചറൽ സെക്ടറിനെ ഒന്നും കൂടി പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ടെക്നോളജിയുടെ യൂസും പുതിയ ടൂൾസൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്. The Persian wheel and canals were widely used for irrigation. ജലസേചനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് പേർഷ്യൻ വീലും കനാൽസും ഒക്കെ ആയിരുന്നു. 10th question. Who is the author of the books Ain-i-Akbari and Akbarnama? Ain-i-Akbari and Akbarnama എന്ന് പറയുന്ന ബുക്സിൻ്റെ ഓഥർ ആരാണ്? അബുൽ ഫാസലാണ് ഈ ബുക്സിൻ്റെ ഓഥർ. 11th question. What are the examples for Mughals blending with Indian culture? ഇന്ത്യൻ കൾച്ചറുമായി മുഗൾസിൻ്റെ ഒരു ബ്ലെൻഡിങ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? The Taj Mahal, Agra Fort and Red Fort are examples of the fusion of Indian architectural style with the Persian style brought by the Mughals. താജ് മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട് എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈലും പേർഷ്യൻ സ്റ്റൈലും തമ്മിലുള്ള ഫ്യൂഷൻ്റെ എക്സാമ്പിളാണ്. Urdu, a new language, was also formed by the fusion of Persian and Hindi languages during this period. ഉറുദു എന്ന് പറയപ്പെടുന്ന പുതിയ ലാംഗ്വേജ് ഫോം ചെയ്തത് പേർഷ്യൻ ലാംഗ്വേജും ഹിന്ദിയും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് അതുവഴി ഉണ്ടായ പുതിയ ലാംഗ്വേജാണ് ഉറുദു. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഓൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സിന്തസിസ്. അതേപോലെ തന്നെയാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കും, അതായത് ഇന്ത്യൻ സ്റ്റൈലും പേർഷ്യൻ സ്റ്റൈലും തമ്മിൽ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത്. സോ ഗൈസ്, ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോയാണ്. ഇതിലെന്തെങ്കിലും കുറവുകളോ തിരുത്തലുകളോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ അത് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു. ഹാപ്പി ലേണിംഗ്.